ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം സ്പൈക്സിനെ കുറിച്ച് വീഡിയോ ഇട്ടപ്പം അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു ഡൗട്ട് വന്നിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് NSE ആൻഡ് BSE കമ്പൈൻഡ് ഡാറ്റയാണ്. ചില ആൾക്കാർ NSE മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഡാറ്റാബേസ് ഉണ്ടാക്കിയവർക്ക് NSEയുടെ ഡാറ്റ മാത്രം ഉപയോഗിച്ചും നമുക്ക് ആ ക്വയറി ക്രിയേറ്റ് ചെയ്തെടുക്കാം. മുമ്പ് മുതലുള്ള NSE ആൻഡ് BSE ഡാറ്റ അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ എങ്ങനെയാണ് കമ്പൈൻഡ് ഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്നത്, NSE കമ്പൈൻഡ് അല്ലെങ്കിൽ BSE കമ്പൈൻഡ്, NSE പ്ലസ് BSE കമ്പൈൻഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. മൈക്രോസോഫ്റ്റ് ആക്സസിന്റെ BSEയുടെയും ഭാവ് കോപ്പിയും ഡെലിവറബിൾ ഡാറ്റയുമാണ് ബേസിക്കലി ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് വാല്യൂ അഡീഷൻ ആയിട്ട് നമ്മൾ ഫണ്ടമെന്റൽസ് യൂസ് ചെയ്യുന്നുണ്ട്, ടെക്നിക്കൽ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഇപ്പോൾ ഞാൻ ഒരു അഡ്വാൻസ് സ്റ്റേജിലായതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് NSE കമ്പൈൻഡോ അല്ലെങ്കിൽ NSE പ്ലസ് BSE കമ്പൈൻഡിൽ നിന്ന് നിങ്ങൾക്ക് ഈ ക്വയറി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. ക്രിയേറ്റിൽ പോവുക, ഡിസൈനിൽ പോവുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഡാറ്റാബേസിൽ ഓൾറെഡി പല ക്വയറീസ് ഉണ്ടാവാം, അല്ലെങ്കിൽ പല ടേബിൾസ് ഉണ്ടാവാം. നമുക്ക് വേണ്ട ടേബിളിനെ 2 തവണ ആഡ് ചെയ്യാം, മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഇത് മൈക്രോസോഫ്റ്റ് ആക്സസ് എങ്ങനെയാണ് അതിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു _1 എന്ന് ഓട്ടോമാറ്റിക്കലി അവർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് വേണ്ട റിലേഷൻഷിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെക്യൂരിറ്റി കോഡ് ടു സെക്യൂരിറ്റി കോഡ് അത് രണ്ടും ഒന്നായിരിക്കണം, സെക്യൂരിറ്റി നെയിം ടു സെക്യൂരിറ്റി നെയിം ഒന്നായിരിക്കണം, സിമ്പിൾ ടു സിമ്പിൾ ഒന്നായിരിക്കണം, സീരീസും ഒന്നായിരിക്കണം, പിന്നെ ISIN ടു ISIN ഒന്നായിരിക്കണം. അപ്പൊ ഈ ഫീൽഡുകളൊക്കെ കോമൺ ആയിരിക്കണം. അതായത് അങ്ങനെയുള്ള ലിസ്റ്റ് ക്വയറിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ മനഃപൂർവ്വമാണ് ടൈം സ്റ്റാമ്പ് ഇവിടെ ചെയ്യാത്തത്. കാരണം നമ്മൾ 2 എൻറ്റൈറ്റി ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ 2-ലധികം എൻറ്റൈറ്റി ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ടൈം സ്റ്റാമ്പ് ടു ടൈം സ്റ്റാമ്പ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഡാറ്റാബേസ് ആ ഒരു പർട്ടിക്കുലർ ദിവസത്തെ മാത്രമേ തരത്തുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ടത് ടൈം സ്റ്റാമ്പ്, സിമ്പിള്, സീരീസ്, അന്നത്തെ ക്ലോസ് പ്രൈസ്, പിന്നെ നമുക്ക് വേണ്ടത് ഡെലിവറി പെർസെന്റേജിൽ 25% ഇംപ്രൂവ്മെന്റ് എന്നും ഡെലിവറി ടേൺ ഓവറിൽ 25% ഇംപ്രൂവ്മെന്റ് എന്നും പെർ ഓർഡർ വർത്ത് എന്ന് ഇവിടെ ഞാൻ ഫീൽഡ് നെയിം കൊടുത്തിരിക്കുന്ന ആവറേജ് ട്രേഡ് വർത്താണ്. അതിൽ 50% ഇംപ്രൂവ്മെന്റുമാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ഇവിടെ ഇന്ന് ഞാൻ സൺഡേ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡേറ്റ് -2 നമ്മള് ലൈവ് ഡാറ്റ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഡേറ്റ് എന്ന് മാത്രം മതി. ഡേറ്റ് ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് എന്ന് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ആ പർട്ടിക്കുലർ നമ്മുടെ സിസ്റ്റം ഡേറ്റ് ആയിരിക്കും അത് കൺസിഡർ ചെയ്യുക. അതുപോലെ ഇവിടെ നമുക്ക് സെക്കൻഡ് എൻറ്റൈറ്റി ആയിട്ട് ഉപയോഗിക്കുന്നത് ടൈം സ്റ്റാമ്പ് നമുക്ക് വീണ്ടും എടുക്കണം, ഡേറ്റ് -3. ഇവിടെ സാറ്റർഡേ സൺഡേ വരുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ക്വയറി റൺ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഡേറ്റിന്റെ ഒന്നുകിൽ ഹാഷ് വെച്ചിട്ട് ഡേറ്റ് ടൈപ്പ് ചെയ്ത് ഇത് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് അതായത് ഇടയ്ക്ക് മാർക്കറ്റ് ക്ലോസിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഡേറ്റിൽ നമുക്ക് ഡേറ്റ് -2 ഡേറ്റ് -3 അല്ലെങ്കിൽ ഡേറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ് ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഡേറ്റ് -1 ഇട്ടാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ദിവസം, അതായത് ചൊവ്വാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ നമുക്ക് കിട്ടും. അഥവാ ഇടയ്ക്ക് ബ്രേക്ക് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ ഡേറ്റ് മാറ്റി എഴുതേണ്ടി വരും. അത് ചെറിയൊരു സിമ്പിൾ ഇത് മാത്രമാണ്. നമുക്ക് ഇവിടെ ക്ലോസ് പ്രൈസിന്റെ ആവശ്യമില്ല. നമുക്ക് വേണ്ടത് കമ്പാരിസൺസ്, ഡെലിവറി പെർസെന്റേജ്, ഡെലിവറി ടേൺ ഓവർ, ആവറേജ് ട്രേഡ് വർത്ത്, ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ക്വയറിയെ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 30-ാം തീയതി എത്രയായിരുന്നു, 29-ാം തീയതി ഈ ഫിഗേഴ്സ് എത്രയായിരുന്നു എന്ന് കാണാൻ പറ്റും. ഞാൻ അതിനകത്ത് ഒരു കണ്ടീഷൻ കൊടുത്തിരുന്നത് ഡെലിവറി പെർസെന്റേജ് >50 എന്നാണ്. 50% ഡെലിവറി എങ്കിലും ഉണ്ടായിരിക്കണം. ഡെലിവറി ടേൺ ഓവർ റുപ്പീസ് ക്രോസ് >0.5 എന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളത് മാത്രമായിട്ട് നമുക്കിവിടെ ലിസ്റ്റ് വരും. മുമ്പ് 1500 ഈ കണ്ടീഷൻ ഇടുന്നതിന് മുമ്പ് 1500-ലധികം കേസ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ 477 കുറഞ്ഞു. പിന്നെ നമുക്ക് ഇവിടെ നമുക്ക് കമ്പയർ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും, ഡെലിവറി പെർസെന്റേജ് രണ്ടാമത്തെ കണ്ടീഷൻ ആൻഡ് ഇട്ടിട്ട് ഈ ടേബിളിന്റെ പേര് സ്ക്വയർ ബ്രാക്കറ്റിൽ GBL3A കമ്പൈൻഡ് ഡാറ്റ എന്ന് നമുക്ക് ഇത് ചെയ്തു തരുന്നുണ്ട്. കമ്പൈൻഡ് ഡാറ്റ _1 ആണ് നമ്മുടെ കമ്പയർ ചെയ്യാൻ പോകുന്ന ഫീൽഡിന്റെ *1.25. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഡിഫറൻസ് വന്നതെന്ന് നോക്കാം. സോറി, ഞാൻ അതിനകത്ത് ഫീൽഡ് നെയിം ഇട്ടില്ല. അപ്പോൾ ഫീൽഡ് നെയിം ഇടാഞ്ഞുകൊണ്ടാണ് അത് ഡോട്ട് ഇട്ടിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് BSE പ്ലസ് NSE സെയിം നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ടെക്സ്റ്റിൽ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പേസോ എന്തെങ്കിലും തെറ്റായിട്ടിട്ടെങ്കിൽ അത് ഇതുപോലുള്ള മെസ്സേജസ് നമുക്ക് വരും. ഇതിനു മുമ്പ് പലരും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന്.
അപ്പോൾ അതും കൂടെ ഇപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധത്തിൽ അങ്ങനെ അതും കൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. ഓക്കെ, 1.25 അല്ല. ഇവിടെ ഞാന് വീണ്ടും ഒരു തെറ്റ് കാണിച്ചു. ഗ്രേറ്റർ ദാൻ എന്നുള്ളത് ഇടണമായിരുന്നു. അപ്പോൾ നമുക്കവിടെ കറക്റ്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് കിട്ടി. തെറ്റുകൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ഒരുപക്ഷെ ഉണ്ടാകാൻ പറ്റുന്ന ഒരു തെറ്റ് ഇവിടെ ഞാൻ അൺപ്രിപ്പയർഡ് ആയിരുന്നു, അപ്പം ആണ് ഇങ്ങനെ അബദ്ധം പറ്റിയത്. എങ്കിലും അതിന്റെ റീസൺ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. ഞാൻ റെഗുലറായിട്ട് ഡാറ്റാബേസ് ചെയ്യുന്നതുകൊണ്ടാണ് ആ മിസ്റ്റേക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ 477 126 കേസായി. അതായത് 25% ഡെലിവറി പെർസെന്റേജിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടായ കമ്പനികളുടെ ലിസ്റ്റ് വരുമ്പോൾ അത് 144ആയി. അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്രയും ഭാഗം അണ്ടർസ്കോർ ഇത്രയും ഭാഗം കോപ്പി ചെയ്യും. എന്നിട്ട് ഡെലിവറി ടേൺ ഓവറിലും എനിക്ക് വേണ്ടത് എന്താ, ഡെലിവറി ടേൺ ഓവറിലും അത്രയും തന്നെ ഇംപ്രൂവ്മെന്റ് വേണം, 1.25. അപ്പോൾ അതിന് ഫീൽഡ് നെയിം ഇടണം, VSE പ്ലസ് NSE അണ്ടർസ്കോർ ഡെല്ലി ടേൺ ഓവർ RSCR. ഞാൻ വേറൊരു മിസ്റ്റേക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്, സ്റ്റാർ 1.25 ടേൺ ഓവർ ആണ് ഞാൻ ഫീൽഡ് സെലക്ട് ചെയ്തത്. അതിനെ നമുക്ക് ഇവിടുന്ന് തന്നെ കറക്റ്റ് ചെയ്യാം. ഡെലിവറി ടേൺ ഓവർ ആണ്, ഡെലിവറി വാല്യൂ. അപ്പോൾ ഇവിടെ ഡെലിവറി ടേൺ ഓവർ അല്ല, ഡെലിവറി വാൽ ആക്കണം, ഡെലിവറി വാൽ. ഓക്കെ, അപ്പോ അത് വീണ്ടും 63ലേക്ക് എത്തി. അതായത് നമ്മളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 1500-ലധികമാണ്. അതിൽ നിന്ന് നമ്മൾ കുറച്ച് കൊണ്ടുവരാം. അതുപോലെ തന്നെ നമുക്കിവിടെ EQ സീരീസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കിവിടെ EQ എന്ന് മെൻഷൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ EQ സീരീസിൽ അല്ലാത്തത് നമുക്ക് വരരുത്. അതുകൊണ്ട് തന്നെ ഓക്കെ, സീരീസ് ടു സീരീസ് ഇത് വന്നിട്ടുണ്ട് എങ്കിൽ തന്നെ ചിലപ്പോ ചില സമയത്ത് EQ സീരീസ് അല്ലാത്ത വരും. അത് T+2 ട്രേഡിംഗ് ഡേയുടെ ഒക്കെ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പെർ ഓർഡർ വർത്ത് നമുക്ക് 1.5 ടൈംസിൽ അധികമായിരിക്കണം. അപ്പോൾ ഞാൻ പേസ്റ്റ് ചെയ്തിട്ട് ആൻഡ് എടുത്ത് കളഞ്ഞു. ഗ്രേറ്റർ ദാൻ സ്ക്വയർ ബ്രാക്കറ്റ് VSE പ്ലസ് NSE അണ്ടർസ്കോർ പെർ ഓർഡർ. ഞാൻ വർത്ത് എന്നുള്ളത് തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു അത് ചെയ്തിരുന്ന ആ സമയത്ത്. എനിവേ അത് ഒരു പ്രശ്നമല്ല, നമ്മള് ടൈപ്പ് ചെയ്ത് അതേപോലെ തന്നെ ടൈപ്പ് ചെയ്യണമെന്നുള്ളേ ഉള്ളൂ. 1.5. അപ്പൊ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്വയറിയിൽ ഏതൊക്കെ വരാൻ പറ്റും എന്നുള്ളത് നമുക്കിവിടെ കണ്ടു. നമുക്ക് വേറൊരു കണ്ടീഷൻ കൂടെ ഇതിനകത്തുണ്ടായിരുന്നു. ആവറേജ് ട്രേഡ് വർത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവറേജ് ട്രേഡ് വർത്ത് 9000 ഒക്കെ വരുന്നുണ്ട്. ഞാൻ അതിനകത്ത് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ആവറേജ് ട്രേഡ് വർത്ത് മോർ ദാൻ 20,000 എന്നാണ്. അപ്പോ 20,000 ആൻഡ് ഞാനിവിടെ ഫീൽഡ് എക്സിറ്റ് ചെയ്യുമ്പോൾ A ക്യാപിറ്റൽ ആവുന്ന കാണാം. അതായത് ആ ഇക്വേഷനെ മൈക്രോസോഫ്റ്റ് ആക്സസ് മനസ്സിലാക്കി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം 22 കേസസ് ആണ് അങ്ങനെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഉണ്ടല്ലോ. അതായത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഞാൻ എന്റെ സ്പ്രെഡ്ഷീറ്റിൽ കാണിക്കുന്ന ഇക്വേഷൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഇത് ചെയ്യാം. അതുപോലെ തന്നെ EQ എന്നുള്ള സീരീസ് നമുക്ക് ഹൈഡ് ചെയ്ത് നമ്മുടെ ഔട്ട്പുട്ടിനകത്ത് EQ വരണമെന്നൊന്നുമില്ല, നമ്മൾ EQ സെറ്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ EQ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഫീൽഡ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെയിം ഫോർമാറ്റിൽ വന്നു. ഒന്നുകിൽ നമുക്ക് ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് ഈ വേരിയേഷൻസിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അതല്ല നമുക്ക് മൈക്രോസോഫ്റ്റ് ആക്സസിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോ. ഞാൻ ഇതിനകത്ത് ഇക്വേഷൻസും ഫീൽഡ് നെയിംസും നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം. ഞാനിവിടെ ഈ ഓരോ ഫീൽഡിലും എന്തൊക്കെയാണ് ക്രൈറ്റീരിയ ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡേറ്റ് -1 എന്നുള്ളത് പ്രീവിയസ് ഡേയെ ഉദ്ദേശിച്ചാണ്. അതിൽ നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്തേണ്ടി വരും. ഡേറ്റ് എന്നാണ് ഇവിടെ ക്രൈറ്റീരിയ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ഫീൽഡ് എന്താണ്, ടേബിൾ എന്താണ്, ക്രൈറ്റീരിയ എന്താണെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫീൽഡ് നെയിമിന്റെ കണ്ടീഷൻസ് അനുസരിച്ചിട്ട് അത് നമുക്ക് ആ ഫീൽഡ് നെയിം തന്നെ വേണമെന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു സംഭവം ഞാൻ ഇവിടെ നോട്ട് ലൈക്ക് 1 അതായത് ഇതിനകത്ത് ചില സമയത്ത് നമ്മളുടെ ഇക്വേഷൻസ് ഈ ഫീൽഡിന്റെ എന്ത് വരും പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംബലിനുള്ളിൽ മ്യൂച്വൽ ഫണ്ടിന്റെ ഒക്കെ ഡാറ്റ വരും. അത് നമ്മൾ ടൈം ടു ടൈം അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ അത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോ കാണിച്ചു തരാം. ഇപ്പൊ 22 നമുക്ക് വന്നത്, അതിൽ 20 ആകാനുള്ള കാരണം ഞാൻ ആ കണ്ടീഷൻ വെച്ചപ്പോഴാണ്. അതൊരു പക്ഷേ ടെക്സ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഭേദപ്പെട്ട രീതിയിൽ ക്വയറി ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായ കണ്ടീഷൻസും ഇത് ചെയ്യാം. അതുപോലെ ഇക്വേഷൻസ് ഒക്കെ ഞാൻ ഇതിനകത്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഫീൽഡ് നെയിം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.